ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് നോക്കാം. വീറ്റ് അട, ഗോതമ്പട. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ വിട്ട് വരുമ്പം അമ്മ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലേ, ഇലയടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ വരുന്ന ഇലയില്ലാത്ത ഗോതമ്പടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, തിരികിയത് ശർക്കര വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിരികിയ തേങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മണത്തിനും രുചിക്കും ഒക്കെ കുറച്ചൊരു ഇത് കിട്ടും. അപ്പം വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അതിൽ ശർക്കരയും തേങ്ങയും മാത്രം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കണം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് മിക്സിയിലിട്ട് അടിച്ച് എളുപ്പത്തിന് വേണ്ടി ആക്കത്തില്ലേ, ഇത് കൈ കൊണ്ടൊന്നും അല്ല, കട്ടിയുള്ളതുമല്ല. ഇത് നൈസായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ റെസിപ്പി എല്ലാം സിമ്പിളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പി അതാണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ അതാണ്ട് മിക്സ് ചെയ്യുമ്പം കാണിക്കുന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി, ഈ ഒരു പരുവത്തിന് മാത്രം മതി. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അത് ദോശ ചുടുന്ന മാതിരി ചുട്ടെടുക്കണം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ആദ്യം ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പരത്തി രണ്ട് സൈഡും വേവുന്ന മാതിരി തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടെടുക്കണം. ദോശ പോലെ തന്നെ ചുട്ടെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സും കൂടെ ചേർത്ത് വെച്ചിട്ട് മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയില്ലാത്ത ഗോതമ്പട റെഡിയാവും. നമുക്കൊരു കൊതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കണം മധുരത്തിനോട് ഭയങ്കരമായിട്ടൊരു ക്രേവിങ് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ എളുപ്പമുള്ള റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലുള്ള കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്താണ്, നമ്മുടെ ഇലയുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. തിരിച്ച് മറിച്ചു ഇനി ഒന്ന് കുക്കും കൂടെ ചെയ്യുമ്പോഴത്തേന് നല്ല മുരിഞ്ഞ് അകത്തെ ശർക്കരയൊക്കെ നല്ല ഉരുകിയൊക്കെ കിട്ടും. തേങ്ങയായിട്ട് നല്ലപോലെ മിക്സായി അന്നേരം നല്ലൊരു മണവുമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇവിടെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല ചൂടും, പിന്നെ ഞാൻ പുറത്തോട്ടൊന്നും പോവാഞ്ഞോണ്ടല്ല കിട്ടാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പി നോക്കിയതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് അതിനകത്തെല്ലാം നല്ലപോലെ പിടിച്ചിരിപ്പുണ്ട്. അപ്പം വീണ്ടും കാണാം. ബൈ.